പ്രഗ്നൻസി ഇഷ്യൂ എനിക്ക് അറിയുന്ന സംഭവം കൂടെയാണ്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയും. ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ള ആളുമാണ്. മീൻസ് ഓരോ 10 മിനിറ്റ് ഇങ്ങനെ സ്കാനർ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് 5000 രൂപ 6000 രൂപ ഇങ്ങനെ പേയ്മെന്റ് ചെയ്യിച്ചിട്ട് ഒറ്റയടിക്ക് അയച്ചു തരാം. മുന്നേ ഒന്നല്ല അയച്ചു തന്നത്. ഞാൻ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ, ഹോം ടൂർ, അങ്ങനത്തെ ഒരു സെഗ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചാനലിൽ ഞാൻ ഇറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തൊപ്പി ഷാജഹാൻ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ എന്റെയും തൊപ്പിയുടെയും വെച്ചിട്ട് ഒരുപാട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ. MRC തൊപ്പി തന്നെയാണ് സുഹൃത്തുക്കളെ ടോപ്പിക്. താല്പര്യമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഞാനിവിടെ ഒരു ക്വാർട്ടർ മന്തി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് MRC തൊപ്പി ഇവരുടെ ഈ വിഷയത്തിനെതിരെയുള്ള അന്വേഷണം, പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. ഈ വിഷയം തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഹനാൻ ഷാ രമേശ് ചെന്നിത്തലയെ കണ്ടിട്ട് നേരിട്ട് പരാതി കൊടുത്തു. DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് എത്ര ദിവസമായി? എന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് പ്രാഥമിക അന്വേഷണം പോയിട്ടുണ്ടായിരുന്നത്. ഇത്രയും വൈകിട്ട് അല്ലേ? എന്താണെങ്കിലും നമുക്ക് ആദ്യം ഒരു ന്യൂസ് കാണാം. അതിനുശേഷം ഹക്കീം കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത് പറയുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നീട് ഫസ്മിന, തൊപ്പിയുടെ മുൻ കാമുകയായിരുന്ന ഫസ്മിന, പിന്നീട് മെഹർ ഒക്കെ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലോട്ടൊക്കെ പോകും. ആദ്യം നമുക്ക് ന്യൂസ് കേൾക്കാം. യൂട്യൂബർ തൊപ്പിക്കും സംഘത്തിനുമെതിരായ പരാതിയിൽ കളമശ്ശേരി പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. തൊപ്പിയുടെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പരിശോധിച്ചു വരികയാണ്. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് അന്വേഷണ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. തൊപ്പി എന്ന നിഹാലിനെതിരെയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സൈബർ പോലീസാണ് പ്രാഥമികമായി ഈ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കളമശ്ശേരി പോലീസിനും കൈമാറിയിട്ടുണ്ട്. കൂടാതെ വരാപ്പുഴയിലും ഒരു പരാതി തൊപ്പിക്കെതിരെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവര് രണ്ട് സംഘമായി പിരിഞ്ഞ് പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ തന്നെ നിരവധി ലഹരിമരുന്ന് കേസുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും കൂടാതെ പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങളുമാണ് പരസ്പരം നവമാധ്യമങ്ങളിലൂടെ ഇവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. പോലീസിന്റെ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് കേസ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സൈബർ ടീം ഈ കേസ് പരിശോധിക്കുന്നുണ്ട്, മറ്റൊന്ന് ലോക്കൽ പോലീസാണ് ഈ കേസ് പരിശോധിക്കുന്നത്. ഏതായാലും വരും ദിവസം കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഒപ്പം തന്നെ ഇവരുടെ സമൂഹ മാധ്യമങ്ങളിലടക്കം വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. തൊപ്പിയുടെയും ഒപ്പം തന്നെ തൊപ്പിയുടെ എതിരാളികളായി നിന്ന മുൻപ് തൊപ്പിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെയുമാണ് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊപ്പിയുടെ മണി പവർ, മസിൽ പവർ. ഈ മസിൽ പവർ ഉദ്ദേശിക്കുന്ന തൊപ്പിക്ക് എൻ്റെ മസിലൊക്കെ ഉണ്ടോ സൂപ്പറാ എന്നൊക്കെ പറഞ്ഞ സംഭവമല്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് കമന്റ് ബോക്സ് എടുത്തുമെന്ന് പറയുന്നുണ്ട്, തൊപ്പി ഒരടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പൊന്നടാവേ, തൊപ്പിയുടെ മറ്റേ ഈ ഗ്യാങ്, മറ്റേത് സംഭവം കൊടച്ചക്ര, അങ്ങനെ കുറച്ച് സീനിയർ കാര്യങ്ങളൊക്കെ ഇല്ല. അതൊക്കെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. മറ്റേ കുണ്ടസംഘങ്ങളായിട്ടുള്ള ഇതൊക്കെ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ മസിൽ പവർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സ്കീം കാര്യങ്ങളൊക്കെ ആയിട്ട് തൊപ്പി വളർന്നത് കൊണ്ട് തൊപ്പിയുടെ ഈ പറയുന്ന ആളുകൾ ഹോൾഡ് കുറച്ചുകൂടെ ആൾക്കാരിലോട്ട് കുറച്ചധികം എത്തിയത് കൊണ്ട് തന്നെ തൊപ്പിക്കെതിരെയുള്ള ഈ ഒരു അന്വേഷണം, പ്രാഥമിക അന്വേഷണം വന്നതുപോലെ ഇത്രയും ദിവസം വൈകിട്ടാണ്. ഓക്കെ, അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കുക, തൊപ്പിക്കെതിരെയുള്ള ഈ പെൺകുട്ടികളുടെ വോയിസ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഹക്കീമിന്റെ വീഡിയോക്കകത്തോടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും സംഭവങ്ങൾ വിത്ത് വോയിസ് അടക്കം പുറത്ത് വന്നിട്ട് പോലും ഈ ഒരു അന്വേഷണ കാര്യങ്ങളൊക്കെ വരാനെ കൊണ്ട് ഇത്രയും വൈകുന്നു. എന്നിട്ട് ഇതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അന്ന് മറ്റേ പാട്ട് പാടിയെന്നും പറഞ്ഞുകൊണ്ട് കഥവ് ചവിട്ടി പൊളിച്ച് കയറിയേക്കുന്ന ടീംസ് ഇതിന്റെ പ്രാഥമിക അന്വേഷണം പോലും ഇത്രയും വൈകിച്ചിട്ട്. ആൻഡ് കഴിഞ്ഞ ദിവസം ഞാനൊരു FBയിൽ ഒരു ലേഡിയുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞിന്റെ അമ്മയാണ്, ഇപ്പൊ തൊപ്പിയുടെ ഡൈഹാർഡ് ഫാനായിട്ടുള്ള ഒരു കുഞ്ഞാണ്, ആ കുഞ്ഞിന്റെ അമ്മയാണ്. അപ്പോൾ ഒരിക്കൽ തൊപ്പിനെ ഇതുപോലെ കല്ലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെ വെച്ച് കണ്ട സമയത്തേക്ക് പോലീസുകാർ പോലും തൊപ്പിയുടെ അടുത്ത് പോയി നിന്ന് സെൽഫി എടുക്കുന്ന നിലയിലോട്ട് തൊപ്പിയുടെ വളർച്ചകൾ മാറി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന തരത്തിലോട്ടുള്ള, അതായത് ഈ പി കേസ്, പിന്നെ ഡ്രഗ്സിന്റെ പഞ്ചാബും കഞ്ചാബും ഒക്കെ ഉള്ള ഈ കേസ് കാര്യങ്ങളൊക്കെ, അങ്ങനെ ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന തരത്തിലോട്ട് മാറിയേക്കുന്ന ഈ സംഭവങ്ങൾക്ക് ഒരു അറുതി വരണം എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാർ ഇട്ടേക്കുന്ന പോസ്റ്റ്. പക്ഷെ ഈ പറയുന്ന പോലീസുകാർ പോലും, അല്ലെങ്കിൽ പോലീസുകാരിൽ പോലും തൊപ്പിയുടെ ഫാൻസ് ആയിട്ട് മറിയുന്ന കുറച്ച് ടീംസ് ഉണ്ടെന്നുള്ള നിലയിലോട്ട് ആ ഒരു ലേഡിയുടെ ഒരു പോസ്റ്റിങ്ങിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കേസ്, അല്ലെങ്കിൽ ഈ തൊപ്പിക്കെതിരെയുള്ള ഈ അന്വേഷണ കാര്യങ്ങളൊക്കെ വരാനെ കൊണ്ട് ഇത്രയും വൈകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ പിടിച്ച് ഉള്ളേ തള്ളാനെ കൊണ്ട്, അല്ലെങ്കിൽ അടിച്ച് തൂഫാനാക്കാനെ കൊണ്ട് ഇത്രയും വൈകുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം പ്രാഥമിക അന്വേഷണം പോയല്ലോ, വളരെ നല്ല കാര്യം തന്നെ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഹക്കീമിന്റെ വീഡിയോ ഇങ്ങോട്ട് വെക്കാം. ഹക്കീം അവിടെ നിന്ന് തച്ചിരുന്ന് തൊപ്പീനെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊപ്പിയുടെ വരാനുള്ള കുറേ സാധനങ്ങൾ ഇവന്മാർ ലൈവിനകത്ത് പറഞ്ഞു പോയേക്കുന്ന ഓരോ സാധനങ്ങളുടെ വിത്ത് എവിഡൻസ് സഹിതം, അതായത് ഈ പറയുന്ന പെൺകുട്ടികളുടെ വോയിസ് സഹിതം എടുത്ത് പുറത്ത് കാര്യങ്ങളൊക്കെ വിടുന്നുണ്ട്. ഇത്തരത്തിൽ ഇവന്മാർ ചെയ്തേക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ തന്നെ. എന്താണെങ്കിലും ഹക്കീമിന്റെ ആ ഒരു വീഡിയോ നമുക്ക് കാണാം. കേരളത്തിൽ കൗമാരക്കാർക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ലൈവ് സ്ട്രീമിങ്ങുകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും. എന്നാൽ ഇതിന്റെ മറവിൽ നടക്കുന്ന ചില ഭയപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ വിരൽ ചൂണ്ടേണ്ടി വരുന്നത് നമ്മുടെ നാടിന്റെയും വരും തലമുറയുടെയും സുരക്ഷയിലേക്കാണ്. മീറ്റ് മിസ്റ്റർ തൊപ്പി എന്ന നിഹാദ്. തൊപ്പി എന്ന വ്യക്തിത്വത്തെ കുറിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതൊരു കുടുംബത്തെയും ഭയപ്പെടുന്ന കാര്യങ്ങളാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അല്ലെങ്കിൽ ആരാധന മൂത്ത് പുറകെ കൂടുന്ന ഫാൻ ഗേളുകളെ ചൂഷണം ചെയ്യുകയും അവർക്ക്
പണം കൊടുത്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. മീൻസ് ഓരോ 10 മിനിറ്റ് ഇങ്ങനെ സ്കാനർ അയച്ചു കൊടുക്കാൻ പറഞ്ഞ് 5000 രൂപ 6000 രൂപ ഇങ്ങനെ പേയ്മെന്റ് ചെയ്യിച്ചിട്ട് ഒറ്റയടിക്ക് അയച്ചു തരാം. മുന്നേ ഒന്നല്ല അയച്ചു തന്നത്. ഒട്ടനവധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പരാതി ഞാൻ അയച്ചു കഴിഞ്ഞു. ഒന്നിലധികം തവണ ഇത്തരം ക്രൂരത ആവർത്തിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. തൊപ്പി 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകളുമായിട്ടാണ് ഇത്തരത്തിൽ ഫിസിക്കൽ റിലേഷൻ അങ്ങനെ പോയി അങ്ങനെ പിന്നെ അബോട്ടാക്കി ഇതൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത് രണ്ടുപേരുടെയും പരസ്പര സമ്മതത്തോടുകൂടി തന്നെ ഉള്ള പരിപാടി കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്രത്യേകിച്ച് ആരും ബോധേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 18 വയസ്സ് പൂർത്തിയാവാത്തവരുടെ കേസ് എന്ന് പറയുമ്പോൾ ഈ പി കേസ് എന്ന് പറയുന്നത് സ്വമേധയാ കേസ് എടുക്കാൻ പറ്റുന്ന വിഷയമാണ് അല്ലേ. അങ്ങനെയുള്ള ആ ഒരു കേസിനകത്ത് തൊപ്പിക്ക് ഒരു ന്യായീകരണമില്ല. ഇത് ഉള്ളേ പോകേണ്ട കേസ് തന്നെയല്ലേ. അങ്ങനെയുള്ളപ്പോൾ ഹയർ ഒഫീഷ്യൽസിന് പോലും ഒക്കെയും ഈ ഒരു പരാതി കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ഇതിൻ്റെ പ്രാഥമിക അന്വേഷണം വന്നത് പോലും കഴിഞ്ഞ ദിവസമാണ്. നാലിച്ചൊക്കണം ഈ പറയുന്ന ഹനാൻ ഷാ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ട് എന്ന് പരാതി കൊടുത്തു അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇത്തരത്തിൽ ഈ പറയുന്ന പി കേസ് ഇമാര് പബ്ലിക്കായിട്ട് പഞ്ചാബൊക്കെ എടുത്ത് കാണിച്ചേക്കുന്ന കേസ് ഇത്രയൊക്കെ ആയിട്ടും ഇത്രയും സ്ലോ ആവുന്നതിൻ്റെ കാരണമാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ അത്രത്തോളം തൊപ്പി വളർന്നു. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 18 വയസ്സ് പോലും തോന്നിക്കാത്തൊരു കൊടുത്തത് 30,000 രൂപയാണ്. മറ്റൊരു പെൺകുട്ടിക്ക് 50,000 രൂപയും. അല്ലാണ്ട് ഒരു 50,000 ഒരു പെണ്ണിന് കൊടുക്കേണ്ട കേസൊക്കെ ഉണ്ടായി. മുന്നൊക്കെയാണ് അവളുടെ വീട്ടിൽ പോയി സംസാരിച്ചത്. ഇതൊക്കെ ഞാൻ അറിഞ്ഞ്. ഇത് കേവലം ഒരു അബദ്ധമല്ല, മറിച്ച് ബോധപൂർവമായ നിയമലംഘനവും മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയുമാണ്. ലൈവ് സ്ട്രീം എന്ന പേരിൽ ഇവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്ന സംസാരം കേട്ടാൽ അറക്കുന്ന വാക്കുകളാണ്. മറ്റുള്ളവരുടെ കുടുംബത്തിലെ സ്ത്രീകളെയും അമ്മ പെങ്ങ ഇതിനകത്ത് ഈ മുനു അത്യാവശ്യം ഈ കൂട്ടത്തിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് മുനു ആണെന്നുള്ള രീതിയിലൊക്കെ അല്ലായിരുന്നു പുറത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പറയുന്ന മുനു ആണ് നേരിട്ട് പോയിട്ട് ഈ പൈസ ഡീലിങ്സ് ഒക്കെ വെച്ച് സെറ്റിൽ ചെയ്യാനെ കൊണ്ടൊക്കെ പോയിട്ട് നേരിട്ട് പോയി സംസാരിച്ചേക്കുന്നത്. അപ്പോൾ അപ്പൊ ഈ മുനു ഡീസന്റ് ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ അപ്പൊ എന്തിട്ടാ പറയുന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം നാലോചിക്കുക, ഈ മുനുവും തൊപ്പിയൊക്കെ അന്ന് ലൈവിനകത്ത് വന്നിട്ട് ഷമീർ ഇവന്മാരൊക്കെ ഒരു പടത്തിന്റെ പ്രൊഡ്യൂസറിന്റെ ഇന്ന് കുത്തിനെ പിടിച്ചാണ് പൈസ വാങ്ങിച്ചതെന്നുള്ളത് ഇവന്മാര് ഈ മുനുവും തൊപ്പിയും കൂടെ ഇരുന്നിട്ടാണ് പറഞ്ഞത്. തൊപ്പി പറഞ്ഞിട്ട് മുനു ആണ് ഏറ്റുപിടിച്ചിട്ട് ശരിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞത്. തൊട്ടിപ്പുറത്ത് ജാസിമാരൊക്കെ അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തോട്ടിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെയല്ല, ഡീസെന്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പൈസ വാങ്ങിച്ചതെന്മാർ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം നാണ്ട് പെൺകുട്ടികളുടെ ഇത്തരത്തിൽ ഈ അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാരുടെ വോയിസ് പുറത്തു വരുമ്പോഴത്തേക്കിന് മുനു ആണ് പോയിട്ട് ഇവരുടെ ഡീലിങ്സ് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനൊക്കെ നടന്നേക്കുന്നത്. എൻ്റെ പൊന്നു, അപ്പൊ ഈ ഗ്യാങ്ങിലുള്ള ഒരുത്തനും എസ്കേപ്പ് ആവൂല അല്ലെ, ഒരുത്തനും എസ്കേപ്പ് ആവില്ല. പി കേസിനകത്ത് പോയിട്ട് സെറ്റിൽമെന്റ് നടത്തി ഇതാക്കാന്നൊക്കെ പറയുമ്പോൾ സ്വമേധയാ കേസ് എടുക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. നേരിട്ട് പരാതി പോയിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്ന് നീക്കുമൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയേക്കാം. സഭ്യം പറയുക. ലൈവ് സ്ട്രീമിംഗ് വഴി സദാചാര വിരുദ്ധതയും തോന്നിവാസവും പ്രചരിപ്പിക്കുക. എന്നാൽ ഇവർ ഒരു ജനറേഷനെ തന്നെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയുന്നത് മറ്റൊരു സത്യമാണ്. ഡേറ്റിംഗ് എന്ന പേരിൽ ഇവന്റെ പ്രണയമല്ല, ഡേറ്റിംഗ്. എന്താ പറയാ, റിലേഷൻ പോലും അല്ല ഡേറ്റിംഗ്. നാളെ നമ്മുടെ സ്വന്തം അനിയത്തിമാരോ മക്കളോ ഇത്തരം ഒരു ചതിക്കുഴി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതികരിക്കണം. തൊപ്പിയെ പോലുള്ള ക്രൂരന്മാരുടെ മുഖംമൂടി അഴിച്ചേ പറ്റൂ. ഇനി ഇവിടെ ഒരു തൊപ്പി വേണ്ട, അല്ലെങ്കിൽ ഒരു തൊപ്പി ഗ്യാങ് വേണ്ട. നമ്മുടെ നാടിന്റെയും വരും തലമുറയുടെയും സുരക്ഷയ്ക്കായി നിങ്ങൾക്കും ഇതിൽ പങ്കാളിയാവാം. പ്രതികരിക്കുക, പ്രതിരോധിക്കുക, ഉണ്ടായിരിക്കരുത്. അത് തന്നെയാണ്. പിന്നെ ഈ ആരാധന മൂത്തിട്ട് പോകുന്ന പെൺകുട്ടികൾ 18 വയസ്സ് പൂർത്തിയാക്കുന്ന ആൾക്കാരുടെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിന് പൊന്നുമക്കളെ ഒരു കാര്യം പറയാം. ലാസ്റ്റ് ഇങ്ങനെ പോയിട്ട് അവൻ പറഞ്ഞിട്ടാണെങ്കിലും ആര് പറഞ്ഞിട്ടാണെങ്കിലും ഒരു 10 രൂപയുടെ കോണ്ടം വാങ്ങാനുള്ള പൈസ ഇല്ലെന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. ഈ അബോട്ടാക്കി കളഞ്ഞു, പിന്നീട് പൈസയുടെ സെറ്റിൽമെന്റ് ഒക്കെ പോയേക്കുന്ന 18 വയസ്സ് പൂർത്തിയായവരുടെ കാര്യമാണ് പറഞ്ഞത്. അത് ഈ താഴെ ഉള്ളത് ഇവന്മാരകത്ത് കൊണ്ടുവന്ന കേസാണ്. അപ്പം അതിനുള്ള വിവരം പോലും നിങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ കടന്നിട്ട് അയ്യോ അവൻ എന്നെ അത്രയും ചെയ്തെന്ന് പറഞ്ഞിട്ട് കടന്ന് പോങ്ങിയിട്ട് കാര്യമില്ല. കാര്യം 2 പേരുടെ സമ്മതപ്രകാരം അങ്ങോട്ട് പോയിട്ടുള്ളതാണ്. പിന്നെ അവനൊരു ട്രോഫി ആക്കി തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ നിങ്ങൾ ആലോചിക്കണ്ടേ. ഒക്കെ ഒരു ഇത് എടാ മോനെ തൊപ്പി നീ ഇത്രയും പൈസ ഉണ്ടാക്കുന്നില്ലേ, ഒരു 10 രൂപയുടെ കോണ്ടം പോയി വാങ്ങിച്ചിട്ട് വേടാ എന്ന് പറയാനെ കൊണ്ട് ഒരു മിനിമം കോമൺ സെൻസ് കാണിക്കണ്ടായോ. ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഫസ്മിന സക്കീർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിനി അതോടൊന്ന് കാണാം. കാര്യങ്ങൾ പറയാനുണ്ട്, പെട്ടെന്ന് ഞാൻ റീലിൽ തീർത്തിട്ട് പോവാം. അപ്പം എന്താണെന്ന് വെച്ചാൽ 2024 തുടങ്ങിയതാണ്. 2024, 25, 26 3 വർഷമായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 3 വർഷമായിട്ട് ഞാൻ ഈ സൈബർ ബുള്ളിങ് അനുഭവിക്കുകയാണ്. ഇത്രയും നാളായിട്ട് തിരിച്ച് ഒരാളുടെ അടുത്തോ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് ക്രിയേറ്റേഴ്സ് ആയിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്, വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുവരെ ഒരാളുടെ അടുത്ത് ഞാൻ പോയിട്ട്
തൊപ്പി ഇങ്ങനെയാണ്, തൊപ്പി ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ തെളിവ് കാണിക്കാനോ ഒരു പ്രശ്നത്തിന് ഞാൻ പോയിട്ടില്ല. ഞാൻ ആ ഹേറ്റ് മൊത്തം എടുത്തു വാങ്ങി. ബിക്കോസ് ഐ ബിലീവ് ഓക്കെ ഇതൊരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമായിരിക്കും, നിൽക്കുമായിരിക്കും എന്ന് പറഞ്ഞ് മിണ്ടാണ്ടിരുന്നു. പക്ഷേ ഞാൻ മിണ്ടാണ്ടിരിക്കും തോറും എന്നെ ആൾക്കാർ കല്ലെറിഞ്ഞു. അത് കാരണം ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നാൽ പോലും ആ അന്ന് തുടങ്ങിയ ഹേറ്റ് വെച്ചിട്ട് ഇപ്പം ഞാൻ പറയുന്ന ആരും വിശ്വസിക്കത്തില്ല. മനസ്സിലായോ? എന്തോരം എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലും ഇനി പോട്ടെ, എൻ്റെ ഭാഗത്ത് 100% ശരിയില്ല, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ പോലും ആ ശരികൾ മൊത്തം തെറ്റാക്കിയിട്ടാണ് ആൾക്കാർ ചിത്രീകരിക്കാറ്. സോ അതങ്ങനെയല്ല. ഇത് ആൾക്കാർ അന്നോട്ട് തൊപ്പിയുടെ അടുത്തുള്ളായിരുന്ന ആ ഒരു സീൻ തൊട്ട് ഫസ്മിനെ അടുത്ത് തോന്നുമെങ്കിൽ എന്നൊരു ഹേറ്റോ അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാർ ഫസ്മിന് എന്ത് പറഞ്ഞാലും വിശ്വസിക്കേണ്ടെന്ന് വിചാരിച്ചത് ഫസ്മിന തന്നെ വരുത്തി വെച്ചേക്കുന്ന സംഭവമാണ്. അല്ലെങ്കിൽ ഫസ്മിന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാണിക്കുന്ന പരിപാടികൾ കൊണ്ട് അങ്ങനെ ഫസ്മിന ഉണ്ടാക്കി വെച്ചേക്കുന്ന സംഭവമാണ്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഓട്ടോക്കാരൻ ചേട്ടനാണെങ്കിൽ വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നീട് പുള്ളിക്ക് ഓട്ടം പോലും കിട്ടാത്ത അവസ്ഥയിലോട്ട് പുള്ളിയുടെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം മാറിയിട്ടുണ്ടായിരുന്നു. ഫസ്മിനയ്ക്ക് വേണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുക, കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ പുള്ളിനെ മറ്റൊരു ദീപക്കാക്കാനുള്ളൊരു പ്രവൃത്തിയായിരുന്നു അത്തരത്തിലൊരു സംഭവം ചെയ്തേക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ പുള്ളി അങ്ങനെ മദ്യപിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നൊക്കെ പുള്ളിനെ അറിയുന്ന ആളുകൾ തന്നെ വന്ന് പറയുന്നുണ്ട്. പിന്നീട് പുള്ളിക്ക് ഇത്തരത്തിൽ ഓട്ടത്തിന് പോലും ആൾക്കാർ വിളിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിലോട്ട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഫസ്മിനെ ആൾക്കാർ വിശ്വസിക്കാത്തത് ഫസ്മിനെ അന്ന് ഉറപ്പായിട്ടുള്ള ആ ഒരു ഹേറ്റിന്റെ പുറത്ത് അതിന്റെ പേരിലാണോ? അല്ലല്ലോ. പിന്നെ ഇതിനു മുമ്പ് ആ ലല്ലൂമ്പിയായിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു ഇഷ്യൂവിനകത്ത് ഡയറിയുടെ ആ ഒരു കേസ് വന്നപ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കുമ്പോൾ ഫസ്മിനയ്ക്ക് പറയാനെ കൊണ്ട് മറുപടിയില്ല. അങ്ങനെ ഉത്തരം മുട്ടി നിന്ന സമയത്തേക്ക് ആൾക്കാർ ചോദിക്കുമ്പോൾ പറയാൻ മറുപടിയില്ല, ഇപ്പം പറയും നാളെ പറയുന്ന വെച്ചാൽ അങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് അതിനൊരു ഉത്തരവില്ലാതെ പോയി ഫസ്മിന അവിടെ എക്സ്പോസ്ഡ് ആയപ്പം ഫസ്മിന പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ടെന്ന് ആൾക്കാർ തോന്നിയത് ആ തൊപ്പിയായിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു ഇഷ്യൂവിൻ്റെ അല്ലെങ്കിൽ അന്ന് തൊട്ട് തുടങ്ങിയേക്കുന്ന ആ ഒരു ഹേറ്റിൻ്റെ അതിൻ്റെ സംഭവങ്ങളല്ല, അത് ഫസ്മിന തന്നെ വരുത്തി വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. എന്താണെങ്കിലും അന്ന് അനുഭവിച്ചേക്കുന്ന അല്ലെങ്കിൽ അന്ന് ഫസ്മിനയ്ക്ക് അറിയുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാണെങ്കിൽ നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. ഞാൻ ഇന്ന് ഹക്കീമിന്റെ സ്റ്റോറി ഉണ്ട് അബൌട്ട് ദിസ് ഗർഭം, പ്രഗ്നൻസി ഇഷ്യൂ എനിക്ക് അറിയുന്ന സംഭവം കൂടെയാണ്. ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ അറിയും. ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ള ആളുമാണ്. അപ്പം നിങ്ങളൊക്കെ ഈ ഇഷ്യൂ അറിയുന്നതിന് ഒരു 3 വർഷം മുന്നേ തുടങ്ങി തൊട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ ഞാൻ അത് എവിടെയും പറയാനോ കണ്ടന്റ് ആക്കാനോ പോയില്ല. എനിക്ക് കണ്ടന്റ് ആക്കാനാണെങ്കിൽ എനിക്ക് കണ്ടന്റ് ആക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു, ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് ഇത്രയും സീരിയസ് ഇഷ്യൂ ആയി. ഇത് പെൺപിള്ളേരുടെ കേസ് ഇത്രയും ഈ എനിക്കെന്താ പറയാൻ അറിയില്ല. ഈ പ്രഗ്നൻസിയും സംഭവങ്ങളൊക്കെ നമ്മുടെ കൈ നിൽക്കുന്ന ഇതിലോട്ട് പോയി, കൈ നിൽക്കാവുന്ന പറ്റാത്ത സാഹചര്യത്തിലോട്ട് പോയി. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഇത് സത്യം അറിയണം, മനസ്സിലായോ? അത്ര എനിക്കുള്ളൂ. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. നിങ്ങൾ സത്യം കണ്ട് സത്യം ബോധ്യമായിട്ട് അത് വിശ്വസിക്കുക. ഇപ്പോൾ ഹക്കീമിട്ട കാര്യമാണെങ്കിലും ആര് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി വിശ്വസിക്കുക. എനിക്ക് അത്ര പറയുള്ളൂ. ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങൾ വരാനുണ്ട്. അതെല്ലാം അപ്പം കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുക. ആൻഡ് പ്ലീസ്, നിങ്ങൾ ഈ നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊന്നും നല്ലതായിരിക്കില്ല. നിങ്ങൾ ഈ കാണുന്ന ഒന്നുമല്ല ആൾക്കാരുടെ റിയൽ മുഖം. എൻ്റെ ആരുടെ എല്ലാവരുടെ കാര്യം ബേസിക്കലി പറയുന്നത് ആരുടെ. അപ്പോൾ അന്തം വിട്ട് ഒരാളെ ആരാധിക്കാണ്ടിരിക്കുക. ബിക്കോസ് യു നെവർ നോ അവർ പുറകിൽ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ കണ്ടിട്ടുള്ള ആളാണ്, എനിക്ക് നന്നായിട്ട് ഇതിൻ്റെ എക്സ്ട്രീം അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. സോ യാ, ഒന്നാലോചിച്ച് നോക്കൂ. ഫസ്മിനയ്ക്ക് അറിയുന്ന കാര്യങ്ങളോട് ഫസ്മിൻ ഒന്ന് തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തൊപ്പിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച്. വട്ടത്തിലും ത്രികോണത്തിലും മറ്റേ എല്ലാ രീതിയിലും അങ്ങനെ എല്ലാ ഷേപ്പിലും ഇവ മൂഞ്ചും അല്ലേ? തൊപ്പിയുടെ നിക്കറ് കീറിയിരിക്കുകയാണ്. അപ്പൊ തൊപ്പി ഇത് വന്ന് പറയുമോ ഇതൊക്കെ ആണ് അങ്ങനെയൊക്കെ ഇനി തൊപ്പി വന്ന് പറഞ്ഞു കളയോ? എൻ്റെ പൊന്നു തൊപ്പിയുടെ ഒരു അവസ്ഥയെ. എന്താണെങ്കിലും കഴിഞ്ഞ മെഹറിൻ്റെ ഒരു സീനോട് ഉണ്ട്. ആക്ച്വലി അത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഇതിനകത്ത് തന്നെ അങ്ങ് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇതിനാ വെറുതെ ഇത് തന്നെ സെയിം ടോപ്പിക്കായിട്ട് നിങ്ങൾ തന്നെ വെറുപ്പിക്കും. സംഭവം നമുക്ക് കുറച്ച് മന്തി കിട്ടുമെങ്കിലും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹറിൻ്റെ ഇപ്പോൾ ഒരു മുമ്പ് മെഹർ എടുത്തേക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഇപ്പം കുറേ സർക്കുലേറ്റ് ആവുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഷോർട്സ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ മെഹർ ഇവിടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കേരള പോലീസിനെ മെൻഷൻ ചെയ്ത് വന്നേക്കുന്ന കുറേ സംഭവം കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ മെഹർ ഇവിടെ എന്ത് തെറ്റാണ് ചെയ്തത്? കാര്യം അന്ന് പോയൊരു ഇൻ്റർവ്യൂ എടുത്തു, അവളുടെ ജോലിയായിരുന്നു, അവളുടെ ചാനൽ പറഞ്ഞതിനനുസരിച്ച് പോയിട്ടൊരു ഇൻ്റർവ്യൂ എടുത്തു. ആ ഇൻ്റർവ്യൂ എടുത്തതിൻ്റെ പേരിൽ അന്ന് അവിടുന്ന് ചാനലിൽ നിന്ന് ഇറങ്ങിയതാണ് അവൾ. അതിനുശേഷം ചാനലുകാർ കാണിച്ചിരിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. പിന്നീട് ഇത്രയും നാൾക്ക് ശേഷം ഈ സംഭവം ഒന്ന് കത്തുന്നപ്പോഴത്തേക്കിന് വീണ്ടും അത് ആൾക്കാരിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ മെഹറിനെ ആൾക്കാർ മറ്റൊരു രീതിയിലോട്ട് കാണുന്ന തരത്തിലോട്ട് സംഭവങ്ങൾ പറ്റി. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു. കാര്യം മുമ്പ് തൊപ്പിയുടെ ഒപ്പം വീഡിയോ ചെയ്തേക്കുന്ന പെൺകുട്ടികളെ പോലും ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിലോട്ട് ഈ പെൺകുട്ടിയുടെ അടുത്തും തൊപ്പി ഈ രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള തെറ്റിദ്ധാരണ ആൾക്കാരിലോട്ട് എത്തുന്ന രീതിയിലോട്ട് ഇവന്മാരുടെ ഈ പരിപാടികളൊക്കെ മാറി തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും മെഹർ ഇട്ടേക്കുന്ന വീഡിയോ നമുക്ക് കാണാം. ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണ്. ഞാനാണെങ്കിൽ ഇന്റർവ്യൂവർ ആയിരുന്നു എന്നുള്ള കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയുന്ന കാര്യമായിരിക്കും. അപ്പൊ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ചാനൽ വെച്ചിട്ട് ഞാൻ തൊപ്പിയുടെ ഒരു ഇന്റർവ്യൂ, ഹോം ടൂർ അങ്ങനത്തെ ഒരു സെഗ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചാനലിൽ ഞാൻ ഇറക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ തൊപ്പി ഷാജഹാൻ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ എന്റെയും തൊപ്പിയുടെയും വെച്ചിട്ട് ഒരുപാട് ഹൈലൈറ്റ്സും എഡിറ്റ്സും കട്ട്സും ഇവരുടെ ഭാഗത്ത് നിന്ന് സ്വന്തം ആങ്കറിനെ വിട്ടിട്ടാണെങ്കിലും കാശ് മുഖ്യം എന്ന് പറയുന്ന ഈ ചാനൽ ഇറക്കിയിട്ടുള്ളതുകൊണ്ട് അവരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാൻ ആ ചാനലിൽ നിന്ന് ഇറങ്ങി. കാര്യം നോക്കി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ ഈ പഴയ ഇന്റർവ്യൂ കട്ട്സും
ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലാണെങ്കിൽ ഇട്ട് ഇത് ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. ലൈക്ക് എല്ലാവരും ചിലപ്പോൾ അന്ന് ആ ഇന്റർവ്യൂ അല്ലെങ്കിൽ അതിന്റെ ഹോം ടൂറോ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. ഒരുമാതിരി കൊനസ്റ്റ് ക്യാപ്ഷൻ ഒക്കെ ഇട്ടിട്ട് ഇപ്പോഴും അവരെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ താഴെ ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു, ഇവിടെയും അറസ്റ്റ് ചെയ്യണം, ഇവിടെയും ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഇന്റർവ്യൂ കട്ട്സ് ഇപ്പോഴും പോസ്റ്റ് ചെയ്ത് പിന്നെയും റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചാനലിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കോണ്ടന്റ് ആണ്, നിങ്ങൾക്ക് അത് മാർക്കറ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പിച്ചച്ചട്ടിയും കൈയിട്ട് വരി റീച്ച് ഉണ്ടാക്കല്ലേ. ഇത് മിക്കവാറുള്ള ആംഗിൾസ് ഒക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒരു തവണ ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാം പോയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഷോ ചെയ്യുന്നു, ആ സമയത്ത് നമുക്ക് ആ ഒരു പേയ്മെന്റ് കിട്ടുന്നു, വലിയൊരു പേയ്മെന്റ് അല്ലെങ്കിൽ പോലും കിട്ടുന്ന ഒരു പേയ്മെന്റ് നമ്മൾ അതൊരു പ്രോഗ്രാം ചെയ്യുന്നു. നമുക്കിപ്പോൾ ഒരു 10,000-2,000 രൂപയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ അതിനകത്തുനിന്ന് നല്ല ഏർണിങ്സ് കിട്ടുന്നുണ്ട്. കാര്യം യൂട്യൂബിൽ ഫുൾ ലെങ്ത് വീഡിയോ, ഷോർട്സ്, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഇവർക്ക് വരുന്ന കൊളാബറേഷൻസ് അതുവഴിയെല്ലാം ഇത്തരത്തിൽ നല്ലൊരു എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്. 2,000 രൂപ മുടക്കി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു 50,000 രൂപയെങ്കിലും അവർ അതിനകത്തുനിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്ലിപ്സ് എവിടൊക്കെ ഏതൊക്കെ രീതിയിൽ എപ്പോഴൊക്കെ ഇടണം എന്നൊക്കെ ഉള്ളത് ആ ഒരു ചാനലിൻ്റെ റൈറ്റ് ആണ്. പക്ഷേ ചാനലുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ ഷോ ഒന്ന് ചെയ്തേക്കുന്ന ആ ഒരു ആങ്കർ ഒരു വ്യക്തിയാണ്, ആൾക്കൊരു വ്യക്തി ജീവിതമുണ്ട്. അതിനെ മോശമായിട്ട് ബാധിക്കുന്ന തരത്തിലോട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മാറുന്നുണ്ട്. സോ ഒരു മാനസിക പരിഗണന എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങൾ ഒരു കൺസിഡറേഷൻ കാണിക്കുക എന്നുള്ളൊരു ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിനു മുമ്പും ഇത്തരത്തിൽ ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തതിന് ശേഷം തുപ്പിയായിട്ടൊക്കെ അത്യാവശ്യം കമ്പനി ആയിരുന്നു ഇവർ. പിന്നീട് ഒരു ലൈവിൽ തുപ്പി ആൾക്കാർ ചാറ്റ് പറയുന്നതിനനുസരിച്ച് മെഹറിനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യേണ്ടുന്ന ഒരു പ്രാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വിളിച്ച് പ്രാങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മെഹറിന് കാര്യം മനസ്സിലാവേണ്ടത് പ്രാങ്ക് എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇത്തരത്തിൽ കുറേ കട്ട്സ് കാര്യങ്ങളൊക്കെ കുറേ വരികയും പിന്നീട് ഇവരുടെ AI വെച്ചുകൊണ്ടൊരു ആൽബം തന്നെ വരികയും കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെടുകയും അന്ന് മെഹറിന് ഒരു വീഡിയോ ഇടേണ്ടതായിട്ട് വരിക, അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ മുമ്പ് മെഹറിനുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ തുപ്പി ഒരുമാതിരി ഇമ്മാരുടെ എല്ലാം ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്തേക്ക് മെഹറിൻ്റെ അന്നത്തെ ഇൻ്റർവ്യൂവിൻ്റെ കട്ട്സ് കാര്യങ്ങളൊക്കെ ഇതുകൂടെ പുറത്ത് വരുമ്പോഴത്തേക്കിന് എല്ലാ ആൾക്കാരും ഈ സംഭവങ്ങൾ കണ്ടെന്നുള്ള വരത്തില്ല. പിന്നെ പല ആളുകളും ഈ ലൈവ് സ്ട്രീമിൽ നിന്ന് പറയുന്ന സംഭവം തന്നെ തുപ്പിയുടെ ഒരു അപരാധമാണ് തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിലോട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾക്കിടയിലോട്ട് ഈ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ എത്തുമ്പം അവരെന്താ വിചാരിക്കുക, ഈ രീതിയിൽ മെഹറിനും ഇത്തരത്തിൽ ഈ ഇതിനകത്തൊരു പാട്ടായിരുന്നുള്ള രീതിയിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. സോ അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ ആൾക്കാരിലോട്ട് ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാനെ കൊണ്ട് ഈ ചാനൽസ് ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിൽ ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുള്ളത് തീർച്ചയായും അത് കമന്റ് ബോക്സിൽ പറയാം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു ഫുൾ മന്തി വാങ്ങാനുള്ള അടുത്തൊരു കണ്ടന്റ് തൊട്ട് പുറകെ ഇപ്പോൾ നമ്മുടെ സജിന ഫിറോസ് ഖാൻ്റെ അവരുടെ ഒരു അവിഹിത യൂണിവേഴ്സ് നമുക്കിനി അതുമായിട്ട് വരാം സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.